നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3-ലെ ഫ്രിക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താ ഫ്രിക്ഷൻ? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ മോഷൻ സംഭവിക്കുകയോ അനങ്ങി തുടങ്ങുകയോ അല്ലെങ്കിൽ അനങ്ങാനുള്ള ടെൻഡൻസി കാണിക്കുകയോ ചലിക്കാനുള്ള ടെൻഡൻസി കാണിക്കുകയോ ചെയ്യുമ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെ സർഫസുകൾക്കിടയിൽ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ചലിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വസ്തുവിൻ്റെ ചലനത്തെ തടുക്കുന്ന രൂപത്തിൽ ഈ രണ്ട് വസ്തുക്കൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെ, ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ നമുക്ക് ഫ്രിക്ഷൻ എന്നോ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നോ പറയാം. അപ്പം അതിൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞതാണ്. ഫ്രിക്ഷൻ എന്താണെന്ന് സംസാരിച്ചതാണ്. അതേപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രിക്ഷൻ, അതും നമ്മൾ കഴിഞ്ഞ സമയത്ത് എന്തിനാണ് ഫ്രിക്ഷൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്ത് ഫ്രിക്ഷൻ നമുക്ക് പാടില്ല എന്നും ടയറിൻ്റെ ഭാഗത്ത് ഫ്രിക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അത് ജനറലി ഈ ഭാഗത്ത് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഫ്രിക്ഷനാണ്. വിവിധ തരം ഫ്രിക്ഷനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫ്രിക്ഷൻ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് സോളിഡ് ഓർ ഡ്രൈ ഫ്രിക്ഷൻ. സോളിഡ് അല്ലെങ്കിൽ ഡ്രൈ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താ? വെറ്റല്ലാത്തൊരവസ്ഥ, നനവില്ലാത്തൊരവസ്ഥ അല്ലേ, ഉണങ്ങിയ അവസ്ഥയെ നമുക്ക് ഡ്രൈ എന്ന് വിളിക്കാം. അപ്പോൾ അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഡ്രൈ ഫ്രിക്ഷൻ രണ്ട് തരമുണ്ട്. സ്ലൈഡിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് സ്ലൈഡിങ് ഫ്രിക്ഷനാണ്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതിപ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് വിചാരിക്കുക, അത് നമ്മൾ ഭൂമിയിലൂടെ നിരക്കി നീക്കുകയാണ്, സ്ലൈഡ് ചെയ്യാണ്, നിരങ്ങുക അല്ലേ, സ്ലൈഡ് ചെയ്യുക. നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ അങ്ങോട്ടായിരിക്കും, മൂവ്മെൻറ്റ് അങ്ങോട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഒബ്ജക്റ്റ് ഭൂമിയിലൂടെ ഉരഞ്ഞ് നീക്കുകയാണ്. നിങ്ങളൊരു കല്ല് ഒരു ഭൂമിയിലൂടെ ഉരത്തി നീക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെ ഉരഞ്ഞ് നീങ്ങുമ്പോൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഭൂമിയും ആ ഒരു ഒബ്ജക്റ്റിനിടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇടയിൽ യാതൊരുവിധ ലൂബ്രിക്കൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഒരു ഗ്രീസോ ഓയിലോ ലൂബ്രിക്കേഷൻ കുറക്കുന്ന രൂപത്തിൽ യാതൊരുവിധ ഒരു സഹായവും അവിടെ വെച്ചിട്ടുണ്ടാവില്ല. അത്തരം ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഇതന്നെ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. റോളി കാരണം എന്താ? ഒന്നിൻ്റെ മുകളിൽ ഒന്നൂറുള്ള, ഒന്ന് സ്ലൈഡ് ചെയ്യുക നിരങ്ങുക, മറ്റൊന്നൂറുള്ള. പക്ഷേ ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇടയിലും ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. അവിടെ യാതൊരു തരത്തിലും നമ്മളൊരു ലൂബ്രിക്കൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിന് നമുക്ക് എന്ത് വിളിക്കാം? സോളിഡ് ഓർ ഡ്രൈ ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്താ? വിസ്കസ് ഓർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിസ്കസ് ഓർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെയും ഇപ്പോൾ എങ്ങനെ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളിലൂടെ സംസാരിച്ചു തരാം. അപ്പോൾ അതൊരു പിസ്റ്റനാന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കിവിടെ വേറൊരു ഭാഗമുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതൊരു ഫ്രിക്ഷൻ, ഒരു സിലിണ്ടറാന്ന് വിചാരിക്കും. സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓയിൽ സപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് എന്ത് കയറിക്കും? ഓയിൽ കയറി നിൽക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പിസ്റ്റൺ ഈ സിലിണ്ടറായിട്ടല്ല ഓരോതിൽ വരുന്നത്, സ്ലൈഡ് ചെയ്യുന്നത് ആരായിട്ടാണ്? ഈ ഓയിലുമായിട്ടാണ്. സോ ഓയിലിൻ്റെ ഫിലിമും ഈ പിസ്റ്റണും തമ്മിലാണ് അവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അത്തരം ഫ്രിക്ഷൻ നമുക്ക് വിസ്കസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇനി നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചെയിൻ കണ്ടു, ബൈക്കിൻ്റെ ചെയിനുകളുണ്ടാവും അല്ലേ, ഈ ചെയിനിൽ ഉപയോഗിക്കുന്നത് ഗ്രീസാണ്. അവിടെ സംഭവിക്കുന്നത് ഈ ചെയിനും സ്പ്രോക്കറ്റും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒഴിവാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആര് കയറി നിൽക്കുകയാണ്? ഗ്രീസ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രോക്കറ്റും ഗ്രീസും തമ്മിലായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്ര ഗ്രീസി ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ വിസ്കസ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. അതിൻ്റെ മറ്റൊരു പേരാണ് ബൗണ്ടറി ഫ്രിക്ഷൻ എന്നത്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. നിങ്ങൾക്കത് വ്യക്തമായി വായിച്ചാൽ അത് മനസ്സിലാവും. കോൺസെപ്റ്റ് സംസാരിക്കുകയാണ്. ഇനി ഫ്രിക്ഷനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഇത് ടൈപ്പ് ഓഫ് ഫ്രിക്ഷനാണ്. ഇത് ഫ്രിക്ഷൻ്റെ 3 അവസ്ഥകളാണ്. ഓക്കെ, 3 സിറ്റുവേഷൻസ് ആണ് ഈ സംസാരിക്കുന്നത്. ഇത് ടൈപ്പ് ഓഫ് ഫ്രിക്ഷനാണ്. ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഏതൊക്കെ തരമുള്ളത്? ഒന്ന് സോളിഡ് ഫ്രിക്ഷൻ, അത് തന്നെ സ്ലൈഡിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്. ദെൻ വിസ്കസ്, ദെൻ നോൺ വിസ്കസ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഫ്രിക്ഷൻ്റെ
ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഫ്രിക്ഷൻ്റെ 3 അവസ്ഥകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർഫസാണ്. ഈ സർഫസിലേക്ക് ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഞാൻ ഇതിനെന്ത് ചെയ്യാണ്, പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ഭാഗത്തേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. ഫ്രിക്ഷൻ അങ്ങോട്ടായിരിക്കും. മൂവ്മെൻറ്റ് റൈറ്റിലേക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക. അല്ലേ, നമുക്ക് പഠിച്ചൊരു കാര്യമാണ്. ചെയ്യുന്നൊരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഈ സർഫസിന് മുകളിലൂടെ ചലിപ്പിക്കണം, മൂവ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്ന പരിപാടി ലോഡ് അപ്ലൈ ചെയ്യും. പി എന്ന ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് എന്തുണ്ടാവും, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കും, പക്ഷേ മൂവ് ചെയ്യില്ല. കാരണം എന്താ, നമ്മളിവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്ത് ആ ഫ്രിക്ഷൻ തിരിച്ച് വലിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും, പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കും. മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതായത് ഫ്രിക്ഷൻ ആ ഒബ്ജക്റ്റിനിടയിലുണ്ട്, പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. ഇനി വീണ്ടും ഞാൻ ലോഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇവിടെ എന്ത് വരും, ഫ്രിക്ഷൻ കൂടും. വീണ്ടും ലോഡ് അപ്ലൈ ചെയ്യാണ്, വീണ്ടും ഫ്രിക്ഷൻ കൂടും. ഈ ഫ്രിക്ഷൻ്റെ അളവ്, ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ അളവ് ലോഡിനനുസരിച്ച് മാത്രമല്ല, ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും സർഫസിനനുസരിച്ചിരിക്കും. ഭയങ്കര റഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഫ്രിക്ഷൻ കൂടി ഒരു മാക്സിമം വാല്യൂ വരെ കൂടും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 20 ന്യൂട്ടൺ വിചാരിച്ചോ മാക്സിമം ഫ്രിക്ഷൻ. അപ്പോൾ പി നമ്മളൊരു 22 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 20-നേക്കാൾ കൂടുതൽ 22 ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ മാക്സിമം ഈ ഫ്രിക്ഷൻ ഉണ്ടല്ലോ, മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ, ആ സമയത്തെ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ദിസ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദിസ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇപ്പോഴും ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇനി ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ മുകളിലേക്കാണ് ലോഡ് അപ്ലൈ ചെയ്തെങ്കിൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷനിൽ കുറവൊന്നും ഉണ്ടാവില്ല, ഫ്രിക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ഈ ഭാഗത്ത് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ആ അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. പക്ഷേ ഈ കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു വാഹനത്തിൽ കയറി, അത് ഇപ്പോഴത്തെ പവർ സ്റ്റിയറിങ്ങിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കില്ല. പക്ഷേ പഴയ പവർ സ്റ്റിയറിങ് അല്ലാത്ത വാഹനത്തിൽ കയറിയിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു നോക്കുക. അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാത്തൊരവസ്ഥയിൽ, ആ വാഹനം ചലിക്കാത്തൊരവസ്ഥയിൽ സ്റ്റിയറിംഗ് തിരിച്ചു നോക്കുക, നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. ആ വീല് കറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ജീപ്പാണെങ്കിൽ ആ ജീപ്പ് അനങ്ങുന്നില്ല. ഇനി ജീപ്പ് അനങ്ങി തുടങ്ങുമെന്ന് വിചാരിച്ചു, വാഹനം അനങ്ങി തുടങ്ങുകയാണ്. ഈ വാഹനം അനങ്ങി തുടങ്ങുമ്പോൾ ആ സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്ക്, നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ടയർ തിരിക്കാൻ കഴിയും. അത് കൈനറ്റിക് ഫ്രിക്ഷനാണ്. അപ്പോൾ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ ചലിക്കുക എന്നാണ്. അപ്പോൾ ചലിക്കുന്ന സമയത്ത് രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. ചലിക്കാത്ത സമയത്തെ ഫ്രിക്ഷനെ ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ എത്തുകയാണെങ്കിൽ അതിനെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിന് നമുക്ക് എന്താ പറയുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയാം. മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്താ, കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. അതാണ് ഇവിടെ ഒരു ഗ്രാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊരു ഫ്രിക്ഷനാണ്, ഇത് അപ്ലൈഡ് ഫോഴ്സാണ്, ഇത് പി, ഇത് എഫ് ആണ്. അപ്പോൾ ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യും, ഫ്രിക്ഷനും ഇങ്ങനെ കൂടി വരും. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഫ്രിക്ഷൻ ഇങ്ങനെ കൂടിയിട്ട് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്, മാക്സിമം ഫ്രിക്ഷൻ. അതിനുശേഷം മാക്സിമം ഫ്രിക്ഷൻ പറഞ്ഞാൽ ഇനി അപ്പുറത്തേക്ക് അവിടെ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ അതിന് മുകളിലേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് അനങ്ങാൻ തുടങ്ങും. ദാറ്റ് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. നോക്കി നോക്ക്, നമ്മളിതിങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു, ഈ ഗ്രാഫ് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ പോകുന്നത് അല്ലേ. ഇതുവരെ ഇങ്ങനെ കൂടി മാക്സിമം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, പിന്നെ എന്ത് ചെയ്യും, കൈനറ്റിക് ഫ്രിക്ഷൻ കുറഞ്ഞു. അപ്പോൾ അത് ഗ്രാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്താണ്, റോളിംഗ് ഫ്രിക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. റോളിംഗ് ഫ്രിക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ വീലും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷനാണ്. കാരണം എന്താ, റോഡിൻ്റെ മുകളിലൂടെ വീല് ഉരുണ്ട് നീങ്ങാണ് അല്ലേ, ഉരുണ്ട് പോവുകയാണ്. അപ്പോൾ അത്തരം ഫ്രിക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കുന്നിൻ്റെ ചെരുവിൽ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുതരാം, നമ്മൾ കുട്ടികളൊക്കെ പാർക്കിൽ പോയാൽ കളിക്കുന്നൊരു ഭാഗമുണ്ടല്ലേ, ഇങ്ങനെ ഉരഞ്ഞു നീങ്ങുന്ന, മുകളിൽ നിന്ന് ഇങ്ങനെ ഉരഞ്ഞു നീങ്ങുന്നൊരു അവസ്ഥ വരലുണ്ട്. ഇത് സ്ലൈഡിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ചാക്ക് എടുത്തു, ഒരു ചാക്കിൽ കുറേ സാധനങ്ങൾ നിറച്ചാൽ ചാക്ക് വലിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ചാക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ
ഭൂമിക്ക് മുകളിലൂടെ ഒരഞ്ഞു നീങ്ങുകയാണ്, സ്ലൈഡിങ് ആണ്. സോ ആ ഫ്രിക്ഷൻ നമുക്ക് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് പലതരത്തിലുള്ള ഫ്രിക്ഷൻ സംസാരിച്ചു. ഒന്ന് സോളിഡ് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിൽ തന്നെ സ്ലൈഡിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്. വിസ്കസ് അല്ലെങ്കിൽ അതിനെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയും, മനസ്സിലാക്കുക. നോൺ വിസ്കസ് അല്ലെങ്കിൽ ഗ്രീസി അല്ലെങ്കിൽ ബൗണ്ടറി ഫ്രിക്ഷൻ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് വീണ്ടും ഫ്രിക്ഷനും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്നും മനസ്സിലാക്കുക. ഓക്കെ. ഇനി പിവറ്റ് ഫ്രിക്ഷൻ. ഇൻ ദിസ് ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു മോഷൻ ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു താഴത്തെ ഈ ഒരു ഹൗസിങ്ങിൽ ഈ ഒരു ഷാഫ്റ്റ് വന്ന് നിൽക്കുകയാണ്. ഈ ഷാഫ്റ്റ് എന്ത് ചെയ്തിട്ട് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ സർഫസും ഈ ഹൗസിങ്ങും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് പിവറ്റ് ഫ്രിക്ഷൻ എന്നുള്ളത്. അതായത് ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? പിവറ്റ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ. ദെൻ അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് ടേമാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം, ഒരു ഭൂമിയിൽ വെക്കുക. ഇതിലേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യും. ലോജിക്ക് വെച്ച് മനസ്സിലാക്കുക, കാണാതെ പഠിക്കരുത്. ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ് ഫ്രിക്ഷൻ. ഓക്കെ. ഇക്വേഷൻ പോലും പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത് 100% ഞാൻ സപ്പോർട്ട് തരാം, 100% ഞാൻ ഉറപ്പ് തരാം. ഓക്കെ. ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലായി ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും പറയാം ഒബ്ജക്റ്റ് റൈറ്റിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഭൂമിക്ക് നേരെ കുത്തനായിരിക്കും വെയിറ്റ് ഉണ്ടാവുക. അപ്പോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഭൂമിയിലാണ്, ഈ സർഫസിലാണ്. ഇപ്പോൾ നിങ്ങൾ ബെഞ്ചും ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് ആക്ട് ചെയ്യുക ബെഞ്ചിലാണ്. അപ്പോൾ ഈ ബെഞ്ച് എന്ത് ചെയ്യും? ബെഞ്ച് അതിനെ സപ്പോർട്ട് ചെയ്യും, താങ്ങും. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? റിയാക്ഷൻ കൊടുക്കാം, R എന്ന് കൊടുക്കാം. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ F ഉണ്ട്, വെയിറ്റ് താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് ആരുണ്ട്? റിയാക്ഷൻ ഉണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് പറഞ്ഞുതരാം, ഒന്നുകൂടി മാറ്റി വരയ്ക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഒബ്ജക്റ്റിലേക്ക് P എന്നുള്ള ലോഡ്, ഇത് നിങ്ങളാന്ന് വിചാരിക്കുക, ഇത് ബെഞ്ചാന്ന് വിചാരിക്കുക. ഈ ബെഞ്ചിൽ എന്നിട്ട് നിങ്ങളപ്പുറത്തിരിക്കുന്ന ആൾ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ശരീരം ബെഞ്ചും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും, അല്ലേ? ഇത് മാത്രമല്ല, നിങ്ങളെ വെയിറ്റ് ഈ ബെഞ്ചിൽ ആക്ട് ചെയ്യണം, താഴേക്ക് ആക്ട് ചെയ്യണം. താഴേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് ആരുണ്ട്? റിയാക്ഷൻ ഉണ്ട്. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്, റിയാക്ഷൻ ഫോഴ്സും ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഇതൊക്കെ ഇത് ഫോഴ്സാണ്. ഇതൊരു ഫോഴ്സ് കൊണ്ടുണ്ട്. ആരാണത്? വെയിറ്റാണ്, താഴേക്കാണ്. ഓക്കെ. അപ്പോൾ ഇതും ഫോഴ്സാണ്. നമ്മൾ ഈ ഫോഴ്സും എടുക്കാമെന്ന് വിചാരിക്കാം. റിയാക്ഷൻ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും എടുക്കാമെന്ന് വിചാരിക്കാം. ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഒരു റിസൾട്ടൻറ്റ് നിങ്ങൾ ചെറു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു റിസൾട്ടൻറ്റ്, ദാറ്റ് ഈസ് RT എന്ന് കൊടുക്കാം. കാരണം എന്താ? ഇവിടെ ഓൾറെഡി ഒരു R ഉണ്ട്, അതുകൊണ്ടാണ്. സോ ഈ RT RH എന്ത് വേണമെങ്കിൽ കൊടുക്കാം, RTH എന്ന് കൊടുക്കാം. ഒരു മാറ്റം ഉണ്ടായിക്കോട്ടെ, RTH. ഓക്കെ. അപ്പോൾ ഈ റിയാക്ഷൻ ഫോഴ്സിൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് RTH, ഇതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും, ദാറ്റ് ഈസ് ഫൈ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷനായിട്ട് നമുക്കൊരു ഉപകാരമുണ്ട്. അതെന്താണെന്നുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഫിഗറിലേക്ക് വരാം. ഫിഗർ നോക്ക്, നേരത്തെ വരച്ച സംഭവം തന്നെയാണ്. ഇങ്ങോട്ട് അപ്ലൈഡ് ഫോഴ്സ്, നേരെ ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ, മുകളിലോട്ട് റിയാക്ഷൻ. സോ ഈ റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും തമ്മിൽ ഇടയിലുള്ള റിസൾട്ടിനെ നമുക്ക് റിസൾട്ടൻ്റ് എന്ന് വിളിക്കാം. ഈ റിസൾട്ടൻറ്റും റിയാക്ഷൻ തമ്മിലുള്ള ആംഗിളിനെ റിസൾട്ടൻറ്റും അതേപോലെ റിയാക്ഷനും റിസൾട്ടൻറ്റും തമ്മിലിടയിലുള്ള ഈ ആംഗിളിനെ ആംഗിൾ ഫൈ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് വേറെ ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാറുണ്ട്. അത് വളരെ
രസകരമായിട്ടുള്ള വളരെ അത്ഭുതം നിറഞ്ഞൊരു കോൺസെപ്റ്റാണത്. അത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല. ആംഗിൾ ഓഫ് റിപ്പോസ് എന്നുള്ളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനെ കൊണ്ടൊരു കാര്യമുണ്ട്. ഓക്കെ, ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്രിക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആ ഇക്വേഷനോട് കൂടി നമുക്കിത് നിർത്താം, ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ഈ ഡെഫിനേഷനിലേക്ക് പോകുന്നില്ല. ഈ ഡെഫിനേഷൻ ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതിന് പകരം എനിക്ക് പറഞ്ഞു തരാണ്. ആയിക്കോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റ് നിങ്ങൾ വലിച്ച് നീട്ടുകയാണ് അല്ലേ, വലിച്ച് ഇതിന് മുന്നോട്ട് വലിച്ച് നീട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ ഇങ്ങോട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? ഫ്രിക്ഷൻ ഇങ്ങോട്ടുണ്ടാവും. ഇനി ഇവിടെ പറയുന്നത് ഈ ഫ്രിക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ഷൻ ആണ്. റിയാക്ഷൻ മീൻസ് മുകളിലോട്ട്, കാരണം വെയിറ്റ് താഴോട്ടാണെങ്കിൽ മുകളിലോട്ട് ആരുണ്ട്? റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ വളരെ കനം കുറഞ്ഞൊരു വസ്തു, ഇപ്പോൾ റിയാക്ഷൻ എപ്പോഴാണ് കൂടുക? വെയിറ്റ് കൂടുമ്പോഴാണ് അല്ലേ? അതായത് നിങ്ങൾ ബെഞ്ചിലിരിക്കുമ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരുത്തിരിക്കുമ്പോഴും ഒരു 80 കിലോ ഉള്ള ഒരു 100 കിലോ ഉള്ള വേറൊരുത്തിന് ഇരിക്കുകയാണ് ബെഞ്ചിൽ. ആർക്കായിരിക്കും റിയാക്ഷൻ കൂടുക? 100 കിലോ ഇരിക്കുന്നവനക്കായിരിക്കും. കാരണം അവൻ്റെ വെയിറ്റ് കൂടുന്തോറും ബെഞ്ച് എന്ത് ചെയ്യണം? അതേ വെയിറ്റ് മുകളിലോട്ട് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ബെഞ്ച് പൊട്ടിപ്പോവും. മനസ്സിലായോ? അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ റിയാക്ഷൻ കൂടും. ഓക്കെ, റിയാക്ഷൻ എന്നുള്ളത് വെയിറ്റുമായിട്ട് പ്രൊപ്പോർഷണലാണ്. വെയിറ്റ് കൂടുന്നതനുസരിച്ച് റിയാക്ഷൻ കൂടും. സോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുമ്പോൾ എന്നല്ല, വെയിറ്റിനനുസരിച്ച് റിയാക്ഷന് ചേഞ്ച് സംഭവിക്കും. വെയിറ്റിൽ ഇൻക്രിമെൻ്റ് ആണ്, റിയാക്ഷനിൽ ഇൻക്രിമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞാൽ R കൂടുതലാണെങ്കിൽ ഫ്രിക്ഷൻ കൂടുന്നതാണ് അർത്ഥം. കാരണം ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്താ? രണ്ടാളും ചങ്ങായിമാരാണ്. റിയാക്ഷൻ കൂടിയാൽ ഫ്രിക്ഷൻ കൂടും, റിയാക്ഷൻ കുറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. ഈ റിയാക്ഷൻ എപ്പോഴാണ് കൂടുക? വെയിറ്റ് കൂടുമ്പോൾ. അപ്പോൾ നിങ്ങൾ വളരെ വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ ഉന്തി നീക്കാൻ ശ്രമിച്ചു നോക്ക്, സ്ലൈഡ് ചെയ്യാൻ നോക്കി നോക്ക്. സ്ലൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അവിടുത്തെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. എന്താ ഫ്രിക്ഷൻ കൂടാൻ കാരണം? റിയാക്ഷൻ കൂടുതലാണ്. റിയാക്ഷൻ കൂടാൻ കാരണം എന്താ? വെയിറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷൻ വെയിറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ കൊടുക്കാം. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ R-ന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു ടേം ഉപയോഗിക്കും. കാണിച്ചു തരാം. നമ്മളെന്താ പഠിച്ചത്? F ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പഠിച്ചു. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റണം. അതായത് F പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കുകയാണ്. ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റുമ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് mu ഇൻറ്റു R, വേർ mu ഇസ് ഈക്വൽ ടു മ്യൂവിനോട് നിർത്തി R എന്ത് ചെയ്യണം? സമത്തിൻ്റെ പുറത്ത് കൊല്ലണം. ഇവിടെ ഓൾറെഡി ആരുണ്ട്? F ഉണ്ട്. ഈ മ്യൂവും R തമ്മിലുള്ള ബന്ധം ഗുണിക്കലാണ്. ഇങ്ങോട്ടൊരു ബന്ധമാവും, അത് ഹരിക്കലായി മാറും. ഹരിക്കണം R. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ ഇക്വേഷനിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. F ഈസ് ഈക്വൽ ടു mu ഇൻറ്റു R. ഇതാണ് ഫ്രിക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഓരോ വസ്തുവിൻ്റെയും സർഫസിനനുസരിച്ച് മാറും. ഇപ്പോൾ വളരെ റഫായിട്ടുള്ളൊരു സർഫസ് ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഓരോ വസ്തുവിനും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ വസ്തുവിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് എക്സാമിന് പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇക്വേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷൻ mu is equal to F/R. ഈ mu is equal to F/R എങ്ങനെ വന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. എങ്ങനെ വന്നത്? F ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എഫിൻ്റെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുകയാണ്. അപ്പോൾ എന്ത് കൊടുക്കണം? mu ഇൻറ്റു R എന്ന് കൊടുക്കണം. വേർ mu ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? F/R. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ ഉപയോഗിക്കാണ്ട് ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ ഭാഗത്ത് വേണം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.